ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. മറ്റൊരു കാട്ടാനാക്രമണത്തിന് വഴിവെക്കാതെ ചേലക്കരയിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ വാഴക്കൊമ്പൻ എന്ന ഒറ്റയാനെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ അധികൃതർ എന്ത് നിലപാടെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ചേലക്കരയിലെ ജനങ്ങൾ. വാഴക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടണം. ചേലക്കരയിൽ ജനകീയ ആവശ്യം ശക്തമാകുന്നു. ചേലക്കര മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒറ്റയാൻ വാഴക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുള്ളൂർക്കര, പാഞ്ഞാൾ, പഴയന്നൂർ, ചേലക്കര പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വാഴക്കൊമ്പൻ എന്ന പ്രാദേശികർ വിളിക്കുന്ന കാട്ടാനയെ എത്രയും പെട്ടെന്ന് പിടികൂടി ഉൾവനങ്ങളിലേക്ക് മാറ്റണമെന്ന് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ടി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 2-3 വർഷക്കാലമായി ചേലക്കര ജനങ്ങൾ കാട്ടാന ശല്യം കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെയധികം ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ ചേലക്കരയിൽ, അതുപോലെ തന്നെ അകമലയിലും വാഴക്കോടും മണലാടിയും ഒക്കെ ഇറങ്ങുന്ന ആന ഒരു ഒറ്റയാനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാഴക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ഈ ആന ഏറ്റവും കാലുകളെല്ലാം വലിയ വലിപ്പത്തിലുള്ളതും അതിൻ്റെ പിണ്ടി ചെറുതായി കാണുന്നതായിട്ടും നിരീക്ഷകർ പറയുന്നു. അത്തരത്തിലുള്ള ഈ ഒറ്റയാൻ വളരെയധികം ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത കുറച്ച് ദിവസമായി കാണുകയാണ്. അകമല വെച്ചിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവതിക്ക് നേരെ പാഞ്ഞെടുക്കുകയും കഴിഞ്ഞ രാത്രിയിൽ ഒരു യുവാവിനെ ബൈക്കിൽ പോകുമ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ജനങ്ങളെല്ലാം വളരെയധികം ഭീതിയിലാണ്. ആ ഭീതി ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വാഴക്കൊമ്പനെ എത്രയും പെട്ടെന്ന് മയക്കുവെടിവെച്ച് പിടിച്ച് മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം എന്നാണ് ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികൃതർ ഈ വിഷയത്തിൽ അലംഭാവം കാണിച്ചാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനോടൊപ്പം തന്നെ കൃഷിനാശം ഒരുപാട് സംഭവിച്ചിരിക്കുന്നു. ജനങ്ങൾക്കെല്ലാം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾ ഒക്കെ നേരത്തെ പോകേണ്ട ആളുകളെല്ലാം ഇന്ന് പണിക്ക് പോകാതെ ഈ കൊമ്പനെ പേടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് ചേലക്കരയിലുണ്ട്. ഇത് അധികാരികൾ കാണണം. അതുപോലെ തന്നെ കൃഷിനാശം സംഭവിച്ച ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് എനിക്ക് ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. കുതിരാൻ മല താണ്ടി മച്ചാട് മലയിലെത്തിയ 18ഓളം കാട്ടാന കൂട്ടത്തിൽപ്പെട്ടതും എന്നാൽ ഒറ്റ തിരിഞ്ഞ് നടക്കുന്നവനുമായ വലിയ കാൽപ്പാടുകളും ചെറിയ പിണ്ടവുമുള്ള ഈ ഒറ്റയാനയാണ് പ്രദേശത്ത് നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റൂർ കമ്പനിപ്പടിയിലെ ജലനിധി പമ്പ് ഓപ്പറേറ്ററായ സുമി എന്ന യുവതിക്ക് നേരെയും മറ്റൊരു ഇരുചക്ര വാഹനയാത്രികന് നേരെയും വാഴക്കൊമ്പൻ പാഞ്ഞെടുത്തതോടെ ജനങ്ങളുടെ ഭയം ഇരട്ടിച്ചു. ഈ സംഭവങ്ങളെ തുടർന്ന് നാട്ടുകാർ രോക്ഷാകുലരായി സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു. രാത്രികാലങ്ങളിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ഏത് നിമിഷവും കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന വാഴക്കൊമ്പനെ പിടികൂടാൻ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പ് വൈകുന്നത് ജനരോക്ഷത്തിന് കാരണമാകുന്നുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഒറ്റക്കെട്ടായ ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എത്രയും വേഗം ഈ കൊമ്പനെ പിടിച്ച് മയക്കുമരുന്ന് വെടി വെച്ച് അതിനെ കൊണ്ടുപോകണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ആവശ്യപ്പെടാനുള്ളത്. അതല്ലെങ്കിൽ അടുത്ത നടപടി എന്ന നിലയിൽ വളരെ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.